بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. رب زدنا علما نافعا. الحمد لله الله تعالى മഹത്തായ അനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമ്മൾ അള്ളാന്റെ കലാമായ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ചെറിയൊരു റിവിഷനും പുതിയൊരു മഖ്റജും നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അപ്പൊ നമ്മള് എന്താണ് തജ്വീദ് എന്ന് ഫസ്റ്റ് പഠിച്ചു. അൽഹംദുലില്ലാഹ്. അഥവാ തജ്വീദ് എന്നുള്ള വാക്ക് ജവ്വദ അഥവാ ജീം വാവ് ദാൽ എന്നുള്ള അക്ഷരത്തു നിന്നാണ് വരുന്നത്. നന്നാക്കുക, തഹ്സീൻ ചെയ്യുക, ബെറ്റർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ വാക്കർത്ഥം എന്ന് തജ്വീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെ നമ്മുടെ തജ്വീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത്. അഥവാ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലം, അതിന്റെ മഖ്റജ് പഠിക്കുക, അതുപോലെ തന്നെ ഒരൊറ്റ സെക്കൻഡ് അഥവാ 3 കാര്യങ്ങളാണ് നമ്മൾ തജ്വീദിൽ ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞു. ഒന്നാമതായിട്ട് മഖ്റജ് അഥവാ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥലം. രണ്ടാമതായിട്ട് സിഫാത്ത് അസ്ലിയ അഥവാ ഓരോ അക്ഷരങ്ങളുടെയും കൂടെ ഉണ്ടാകുന്ന സിഫത്തുകൾ. മൂന്നാമതായിട്ട് സിഫാത്ത് അറദിയ ഓരോ പ്രത്യേക സാഹചര്യത്തിൽ വരുന്ന സിഫത്തുകൾ. പിന്നെ നാലാമതായിട്ടൊരു പോയിന്റ് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ റിപ്പീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് തജ്വീദ് എന്നുള്ളത് വരുന്നത്. അതുപോലെ തന്നെ തജ്വീദിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അതിന്റെ ഹുക്മ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തജ്വീദ് പഠിക്കുക എന്നുള്ളത് എന്താണ്, തജ്വീദിന്റെ നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത് ഫർദ് കിഫായാണ്. പക്ഷെ തജ്വീദ് അനുസരിച്ചിട്ട് ഖുർആൻ ഓതുക എന്നുള്ളത് ഫർദ് ഐനാണ്. ഖുർആനിൽ തന്നെ ആയത്ത് നമുക്ക് കാണാൻ പറ്റും, വറത്തീലിൽ ഖുർആന തർത്തീല, അഥവാ നിങ്ങൾ ഖുർആന് തർത്തീലോടുകൂടി പാരായണം ചെയ്യണം. അപ്പം തർത്തീൽ എന്താണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തജ്വീദുൽ ഹുറൂഫി വ മഅരിഫത്തുൽ വുഖൂഫ്, അഥവാ ഓരോ അക്ഷരങ്ങളെ നന്നാക്കലും വഖഫ് നിർത്തലിനെ അറിയലുമാണ് തർത്തീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അക്ഷരങ്ങളെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വന്നു, ഓരോ അക്ഷരങ്ങളുടെയും കൂടെയുള്ള അഥവാ അക്ഷരങ്ങളുടെ മഖ്റജ് വന്നു, ഓരോ അക്ഷരങ്ങളുടെയും കൂടെയുള്ള സിഫത്ത് വന്നു, ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേക സാഹചര്യത്തിൽ ഇടുന്ന സിഫത്ത് അഥവാ റൂള്. തജ്വീദ് എന്ന് പറയുമ്പോൾ നമ്മൾ തജ്വീദിൽ പറയുന്ന ഫസ്റ്റത്തെ കാര്യങ്ങൾ വന്നു. പിന്നെ പറഞ്ഞതാണ് മഅരിഫത്തുൽ വുഖൂഫ് അഥവാ വഖഫ്. വഖഫും ഇബ്തിദാവും, നിർത്തലും തുടങ്ങലും. ഇത് ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ നമ്മൾ എവിടെ നിർത്തുന്നു, എവിടെ തുടങ്ങുന്നു എന്നുള്ള കാര്യം. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്താനും ഇഷ്ടമുള്ള പോലെ തുടങ്ങാനും എന്തില്ല, ഖുർആനിന്റെ കാര്യത്തിൽ നമുക്ക് അനുവാദം ഇല്ല. ചില സ്ഥലത്ത് നമ്മൾ നിർത്തിയാൽ എന്താണ്, അവിടെ തെറ്റായ അർത്ഥം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് അനുവദിച്ചതാണ്, നമ്മുടെ ശ്വാസം മുറിഞ്ഞാൽ നമുക്ക് എവിടെയും നിർത്താം, നിർത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എന്താക്കരുത്, പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബാക്കി അങ്ങ് ഓതരുത്. അത് കൃത്യമായ അർത്ഥം മുറിയാത്ത രീതിയിൽ കൃത്യമായ സ്ഥലങ്ങളിൽ നിന്ന് ബാക്കിന്ന് എടുത്തിട്ട് വേണം നമ്മൾ ഓതാൻ. അപ്പൊ അതിന് ഖുർആൻ തർത്തീലോടുകൂടി പാരായണം ചെയ്യണമെങ്കിൽ നമുക്ക് വഖഫ് അറിയണം. വഖഫ് അറിയണമെങ്കിൽ നമ്മൾ എന്താക്കണം, ഖുർആനിന്റെ ആശയം പഠിക്കണം. അപ്പൊ ഖുർആനിലെ എല്ലാ പഠനങ്ങളും കണക്റ്റഡ് ആണ്. സുബ്ഹാനല്ലാഹ്. അഥവാ തജ്വീദോടുകൂടി ഖുർആൻ ഓതാൻ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾ എന്തായിരിക്കണം, ഖുർആനിന്റെ തഫ്സീറും പഠിക്കണം. എന്നാലാണ് ആൾക്ക് കൃത്യമായ സ്ഥലങ്ങളിൽ കൃത്യമായി നിർത്താൻ പറ്റും. അപ്പം ഇതൊന്നും പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അല്ലാഹ് എനിക്കിന് ഖുർആൻ ഓതാൻ പറ്റൂലേ എന്ന് വിചാരിച്ചിട്ട് എന്താവേണ്ടത്, ടെൻഷൻ ആവേണ്ടതില്ല. അതിന് നമുക്ക് അല്ലാഹു തആല എളുപ്പമാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഖുർആനിൽ നോക്കിയാൽ നമുക്ക് വഖഫിന്റെ അടയാളങ്ങൾ കാണാൻ പറ്റും. അഥവാ എവിടെയൊക്കെ നമുക്ക് നിർത്താം, അഥവാ എവിടെയൊക്കെ കൂട്ടി ഓതണം, എവിടെയൊക്കെ നിർത്താൻ പാടില്ല എന്നുള്ള ചെറിയ ചെറിയ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ തൽക്കാലം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് വരേക്കും അത് ശ്രദ്ധിച്ച് കൃത്യമായി ആ വഖഫിന്റെ അടയാളങ്ങൾ ഉള്ളിടത്ത് നിർത്താം, അല്ലാത്തടത്ത് കൂട്ടി ഓതാൻ ശ്രദ്ധിക്കാം. ഇനി വലിയ ആയത്തുകളാണെങ്കിൽ
പുറകിൽ നിന്ന് എടുത്തോതാനും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അല്ലാഹു തആല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഖുർആനിന്റെ തഫ്സീറും പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. തജ്വീദ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് തജ്വീദ് ഇൽമിയും മറ്റൊന്ന് അമലിയും. അത് ഫർള് ഐനും ഫർള് കിഫായ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ സൗണ്ട് വരുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഥവാ 4 രീതിയിലാണ് ശബ്ദം ഉണ്ടാവുന്നത്. ഒന്ന് കൊളീഷൻ, അഥവാ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചിട്ട് കൂട്ടിയടിക്കുക. തസ്വാദും ജിസ്മി എന്ന് പറയും. രണ്ട് കാര്യങ്ങൾ കൂട്ടിയടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദം. രണ്ടാമത്തത് സെപ്പറേഷൻ ഓഫ് ടു ബോഡീസ്, അഥവാ ഒരുമിച്ചുണ്ടാകുന്ന രണ്ട് കാര്യങ്ങളെ തബാഉദ് ചെയ്യുക, ഒരുമിച്ചുണ്ടാകുന്ന രണ്ട് കാര്യങ്ങളെ വേർതിരിക്കുക, അങ്ങനെ ശബ്ദം ഉണ്ടാകും എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് ഒരു കാര്യത്തിന് ഷെയ്ക്ക് ചെയ്യാതെ അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവുക, അപ്പോൾ എന്തുണ്ടാവും? ശബ്ദം ഉണ്ടാവും. നാലാമതായിട്ട് ഒന്നിന്റെ മുകളിൽ നമ്മൾ മറ്റൊന്ന് ഉരസ അല്ലെങ്കിൽ ഒരക്ക എന്നൊക്കെ പറയും, അങ്ങനെ ചെയ്യുമ്പോഴും ശബ്ദം ഉണ്ടാവും. ഇങ്ങനെ 4 രീതിയിലാണ് മനുഷ്യ ശരീരത്തിൽ സൗണ്ട് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അറബി ഭാഷയിൽ 29 അക്ഷരങ്ങളാണ് ഉള്ളതെന്നും അതിൽ 28 അക്ഷരങ്ങൾക്കാണ് സൗണ്ട് ഉള്ളതെന്നും ഒരക്ഷരമായ അലിഫിന് സൗണ്ട് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ അക്ഷരങ്ങൾ ഒന്ന് വായിക്കാം. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റ, സ, സീൻ, ഷീൻ, صاد ضاد ضاء ظاء عين غين فاء قاف كاف لام ميم നൂൻ വാവ് ഹ ഹംസ യ. അതിനുശേഷമുള്ളതും യാ തന്നെയാണ്. അത് 2 രീതിയിൽ എഴുതിയെന്ന് മാത്രം. അപ്പൊ ഇവിടെ ചിലപ്പോൾ 30 അക്ഷരങ്ങൾ കാണും, പക്ഷെ 29 അക്ഷരങ്ങളാണ് ഹറൂഫുൽ ഹിജാഇൽ വരുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു 28 അക്ഷരങ്ങൾക്കാണ് സൗണ്ട് ഉള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മഖ്റജിൽ പഠിക്കും. അതേപോലെ തന്നെ ഒരു അക്ഷരത്തിന്റെ വ്യത്യസ്തമായ സിറ്റുവേഷൻ അഥവാ അവസ്ഥകൾ, അഥവാ ചിലപ്പം ഒരക്ഷരത്തിന് ഒരു ഹറക്കത്തും ഇല്ലാത്ത രീതി ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുക്കൂൻ. ഒരക്ഷരത്തിന് ഒരു ഹർക്കത്തും, അഥവാ ഫത്ഹയോ കസ്റയോ ദമ്മോ ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാതിരിക്കുക, അതിനാണ് എന്ത് പറയാ? സുക്കൂൻ എന്ന് പറയാ. ഓക്കെ, ഒരു സെക്കൻഡ്. ഫത്ഹ, കസ്റ, ദമ്മ ഇങ്ങനെ മൂന്നും ഇല്ലാത്തതാണ് എന്ത്? സുക്കൂൻ. അപ്പം ഒരു ഹർക്കത്തും ഇല്ലാതിരിക്കുന്ന അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ ഒരു അക്ഷരത്തിന് അങ്ങനെ എന്താണ്? സുക്കൂൻ ഉണ്ടാവും. രണ്ടാമതായിട്ട് ഹർക്കത്ത് അഥവാ വവൽസ്, ഒന്നെങ്കിൽ ഫത്ഹ ഉണ്ടാവും, അല്ലെങ്കിൽ കസ്റ ഉണ്ടാവും, അല്ലെങ്കിൽ ദമ്മ ഉണ്ടാവും. മൂന്നാമതായിട്ട് മദ് അഥവാ ആ ഈ ഉ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നീട്ടുന്ന മദ് ഉണ്ടാവും. ഇങ്ങനെ 3 സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവുക. ഇനി ഇത് സുക്കൂന് 2 ആവുമ്പോൾ അഥവാ അവിടെ ഷദ് വരും, തൻവീൻ ഉണ്ട്, അതുപോലെ തന്നെ മദ് അധികമുള്ള മദ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വേറെ സിറ്റുവേഷൻസും ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാ. ബേസിക്കലി ഇങ്ങനെ 3 സിറ്റുവേഷൻസ് ആണെന്നും നമ്മൾ ജസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ നമ്മൾ സൗണ്ട് വരുന്ന കാര്യത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് എന്താണ് ഉണ്ടാവുക? 2 കാര്യങ്ങൾ, സെപ്പറേറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ എന്താവും? ഒരുമിക്കും അഥവാ കൂട്ടിമുട്ടുന്നതാണ് സുക്കൂൻ ഉണ്ടാവുന്ന അക്ഷരങ്ങൾ. അങ്ങനെയാണ് സൗണ്ട് ഉണ്ടാകുന്നത്, അഥവാ കൊളീഷനോടാണ്. ഇപ്പം മീമിന് സുക്കൂന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയാ? എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കാണ്? 2 കാര്യങ്ങൾ കൂടി പോയിട്ട് ആ ഇതിലേക്ക് പോയിട്ട് എന്താണ്? ടച്ച് ചെയ്യണം. നമ്മൾ 2 ചുണ്ടും കൂടെ ടച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴാണ് മീൻ സുക്കൂന് വരുന്നത്. ഇനി ബ ആണെങ്കിൽ അബ് എന്ന് പറഞ്ഞിട്ട് എന്താവും? 2 ചുണ്ടും കൂടെ അവിടെ ടച്ച് ചെയ്യും. അങ്ങനെയാണ് ആ സൗണ്ട് ഉണ്ടാകുന്നത്, സെപ്പറേറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഒന്നിക്കുമ്പോൾ. ഇനി ഹറക്കത്തുള്ളതാണെങ്കിൽ എന്താണ് ഉണ്ടാവുന്നത്? ഒരുമിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ എന്താകും? സെപ്പറേറ്റ് ആക്കും. അപ്പൊ നമ്മൾ ബ എന്ന് പറഞ്ഞാൽ 2 ചുണ്ടും ആദ്യം പൂട്ടിയിട്ടുണ്ടാവണം അല്ലെ? കണ്ണാടിയിൽ നോക്കിയിട്ട് ബ എന്ന് പറഞ്ഞു നോക്കാം. അഥവാ നമ്മളെ 2 ചുണ്ടും എന്തായിരിക്കും? ഫസ്റ്റ് പൂട്ടിയിട്ടുണ്ടാവുക. പൂട്ടിയ ചുണ്ടിനെ നമ്മൾ എന്താക്കാണ്? തുറക്കാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ബ എന്നാവണത്. അത് ബ കസ്റ ആവുമ്പോൾ എന്താവും? ബി. ഇനി ദമ്മ ആവുമ്പോൾ ബു. അഥവാ ഫത്ഹാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്താക്കും? വായ തുറക്കും.
നോർമൽ ആയിട്ടുള്ള ലെവലിലായിരിക്കും ഉണ്ടാവുക. ദ സൗണ്ട് മുകളിലേക്ക് പോകും. ഇനി കെസറാണെങ്കിൽ എന്താവും? ബി സൗണ്ട് താഴോട്ടേക്ക് പോവും. അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ താടിയല് താഴോട്ടേക്ക് വരും. ഇനി ബൊമ്മാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ചുണ്ട് സർക്കിൾ ചെയ്തിട്ട് ബൂ. ഫസ്റ്റ് നമ്മൾ ആ ചുണ്ട് രണ്ടും പൂട്ടിയിട്ടാണ് ഉണ്ടാവുക. അവിടെ നിന്നാണ് നമ്മൾ എന്താക്കുന്നത്? ബൂ എന്ന് പറഞ്ഞിട്ട് ചുണ്ടിനെ സർക്കിൾ ചെയ്യുന്നത്. അപ്പം ക്ലോസ് ചെയ്തിട്ടുണ്ടായ ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യുകയാണ്. ഹറക്കത്തുള്ള ലെറ്റർ അഥവാ സെപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഇനി മദ്ദിന്റെ ലെറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മദ്ദിന്റെ അക്ഷരങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നത്? വോക്കൽ കോഡ് അഥവാ സൗണ്ട് വരുന്ന ആ ഒരു വോക്കൽ കോഡ് ഓപ്പണും ക്ലോസ് ആവുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സൗണ്ട് എന്താവുന്നത്? പുറത്തേക്ക് വരുന്ന ആ എയർ ഫ്ലോ അതിലോട്ടാണ് ഉണ്ടാവുക. അപ്പൊ ആ വോക്കൽ കോഡിന്റെ വൈബ്രേഷനിലൂടെയാണ് മദ്ദിന്റെ അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. ഇൻഷാല്ലാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ അക്ഷരങ്ങളുടെ 3 അവസ്ഥകൾ 3 രീതിയിലുള്ള സൗണ്ടിന്റെ മെക്കാനിസത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. സുക്കൂനുള്ള അക്ഷരങ്ങൾ കൊളീഷനിലൂടെയും അഥവാ 2 കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിമുട്ടുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഹറക്കത്തുള്ള അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുമിച്ചിട്ടുള്ള 2 കാര്യങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് അഥവാ സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. മദ്ദിന്റെ അക്ഷരങ്ങൾ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. അപ്പൊ അതാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ തജ്വീദിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹറഫിനെ കുറിച്ച് അഥവാ ഒരു ലെറ്ററിനെ കുറിച്ചിട്ട്. എന്താണ് ലെറ്ററിനെ കുറിച്ച് പറഞ്ഞത്? അഥവാ ഒരു സൗണ്ട് അത് ഒരു കൃത്യമായ മഹ്റജിന്ന് മുഹക്കക്കായ മഹ്റജിന്നോ എക്സാക്റ്റ് ആയ സ്ഥലത്തുനിന്ന്, മഹ്റജ് എന്ന് പറഞ്ഞാൽ സ്ഥലം, അവിടുന്ന് അതല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ആയ അഥവാ ഒരു ഏകദേശമായ മുഖദ്ദറായ സ്ഥലത്തുനിന്ന് വരുന്ന സൗണ്ടിനാണ് എന്ത്? ഹർഫ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഹർഫിനെ മനസ്സിലാക്കാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അഥവാ നമ്മളൊരു അറിയാത്ത ഒരാളെ കാണാം. അപ്പൊ നമ്മൾ അറിയാത്ത ഒരാളെ കാണുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിൽ വെക്കുക, മൈൻഡിൽ വെക്കുക. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നമുക്ക് നെക്സ്റ്റ് പഠിക്കുന്ന ഓരോന്നിനും ഇത് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. അപ്പൊ നമ്മൾ അറിയാത്ത ഒരാളെ കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് നോക്കുക? അവരെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അവരെ കുറിച്ച് നമ്മളോട് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്ത് നോക്കും? ഫസ്റ്റ് അവരുടെ ഫേസ് നോക്കും അല്ലെ? അതായത് അവരെങ്ങനെയാണ് കാണാൻ എന്ന് നമ്മൾ നോക്കും. അഥവാ അവരുടെ മുഖം നമ്മൾ നോക്കും. ഫേസ് ആണ് കേട്ടോ, ജസ്റ്റ് എഴുതി ഫേസ് ആണ് നോക്കാം. രണ്ടാമതായിട്ട് ഇപ്പൊ നമ്മളോട് ഒരാൾ വന്നിട്ട് ഒരാളെ കുറിച്ച് പറഞ്ഞു തരാണ്. ഇപ്പം ഇന്ന ആള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുമ്പം ജസ്റ്റ് ആ ആളുടെ കണ്ണ് എന്താണ് ചെറിയ കണ്ണാണ്, ഇങ്ങനെയാണ്, ചുണ്ട് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ മാത്രം പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന ആൾ തന്നെയാണ് അത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അതിന് നമുക്ക് എന്തുണ്ട്? പരിധി ഉണ്ട് അല്ലെ? അപ്പൊ എന്തുകൂടെ അറിയണം നമുക്ക്? സെക്കൻഡ് ആയിട്ട് ഒരാളെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവരുടെ നെയിം അറിയണം അല്ലെ? ആ ആളുടെ പേര് കൂടെ അറിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണ് ഇത് എന്നുള്ളത്. അപ്പം ഒരാളെ നമ്മൾ എന്താ പെട്ടെന്ന് കാണാണ്. അപ്പൊ നമ്മൾ അവരെ ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരെ അവരുടെ ഫേസ് ആണ്. രണ്ടാമതായിട്ട് അവരുടെ പേര്. ഇനി പേര് മാത്രം എന്ന് പറഞ്ഞാലും മതിയോ? ഇല്ല. മൂന്നാമതായിട്ട് എന്ത് കൂടെ വേണം? പ്ലേസ് കൂടെ വേണം. അഥവാ അവരുടെ സ്ഥലം, അവര് എവിടുന്നാണ് വരുന്നത് എന്ന് കൂടെ അറിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാക്കാൻ പറ്റല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളെ കാണാണ്, ആളുടെ മുഖം നമ്മളെ മനസ്സിൽ വന്നു, അവരുടെ പേര് ഫാത്തിമ എന്നാണ്. ഫാത്തിമ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ. ഇത്രയും കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു അക്ഷരം എന്ന് പറഞ്ഞാല് ഒരു സൗണ്ട് ആണ്. അത് എവിടുന്ന് വരുന്നതാണ്? ഒരു എക്സാക്റ്റ് ആയ ഒരു കൃത്യമായ സ്ഥലത്തുനിന്ന് അതല്ലെങ്കിൽ ഒരു ഏകദേശമായ ഒരു സ്ഥലത്തുനിന്ന് വരുന്ന സൗണ്ട് ആണ് ഒരു ലെറ്റർ എന്ന് പറഞ്ഞു. നമ്മൾ ലെറ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളൊരു ലെറ്ററിനെ കാണാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടു ഒരു ഹ എന്നുള്ള ലെറ്റർ കണ്ടു. അപ്പം ഇതെന്താണ്? ഈ ലെറ്ററിന്റെ ഫേസ് ആണ് അല്ലെ? അഥവാ അതിനെ കാണാനുള്ള ഒരു രീതിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്താണ്? ആ ലെറ്ററിന്റെ കാഴ്ചയാണ്. അപ്പൊ ഇങ്ങനെ മാത്രം കണ്ടാൽ നമുക്ക് ആ അക്ഷരം അതിന്റെ ഷേപ്പ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ അല്ലെ? അതെന്താണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ പേരറിയണം. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ലെറ്റർ ഹ എന്നുള്ളതാണ് അതിന്റെ പേര്. ഓക്കെ. ഇനി പേര് നമ്മൾ അറിഞ്ഞു. പക്ഷെ ഈ ഹ എവിടുന്നാണ് വരുന്നത് നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താക്കാൻ പറ്റുക? അതിനെ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമ്മളത് നെക്സ്റ്റ് പഠിക്കും. അപ്പം
4 കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത്. ഇതിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നിന്റെ ഫേസ് അഥവാ അതിനെ കാണാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ അതിന്റെ പേര്, പിന്നെ അതിന്റെ സ്ഥലം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആരെ കുറിച്ചാണ്? ഫാത്തിമയെ കുറിച്ചാണ് അല്ലെ? ഫാത്തിമന്റെ മുഖം, ഫാത്തിമന്റെ പേര്, സ്ഥലം. അപ്പൊ നമ്മൾ ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് എന്ത്? നമ്മൾ പഠിച്ചു മഖ്റജ് അഥവാ ഈ ഓരോ അക്ഷരങ്ങളും വരുന്ന സ്ഥലം. ഇതിന്റെ സൗണ്ട് ആണ് എന്ത്? ഒരു അക്ഷരം വരുന്ന സൗണ്ടിനാണ് ഹർഫ് എന്ന് പറയാം. ഈ സൗണ്ട് വരുന്ന സ്ഥലത്തിനാണ് മഖ്റജ് എന്ന് പറയാന്ന് നമ്മൾ പറഞ്ഞു. ദ പ്ലേസസ് ഫ്രം വിച്ച് ദ ലെറ്റേഴ്സ് ആർ ആർട്ടിക്കുലേറ്റഡ്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൗണ്ട് എവിടുന്നാണോ വരുന്നത് ആ വരുന്ന സ്ഥലമാണെന്ത്? മഖ്റജ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ലെറ്ററിലേക്ക് തന്നെ പോവാം. നമ്മൾ പറഞ്ഞു ഒരു ഫാത്തിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫാത്തിമ നമ്മൾ കണ്ടു. ഫാത്തിമ കാണാൻ നല്ല ടോളാണ് അല്ലെങ്കിൽ ഷോർട്ടാണ്. ഫാത്തിമന്റെ പേര് മനസ്സിലായി. സ്ഥലം നമ്മൾ പറഞ്ഞു കണ്ണൂരാണ്. അപ്പൊ ഈ കണ്ണൂരില് ഒരു സ്ഥലത്ത് എന്താണ് 5 വീടുണ്ട്. ഓക്കെ, 5 വീടുണ്ട്. ഞാൻ തൽക്കാലം 5 വീട് വരക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കാം. ഫാത്തിമ കണ്ണൂരിലെ ഒരു സ്ഥലത്താണ്. കണ്ണൂരില് ഫാത്തിമാന്റെ ഏരിയയിൽ എന്തുണ്ട്? 5 വീടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് ഏത് വീട്ടിലാണ് ഫാത്തിമ എന്ന് നമുക്ക് അറിയില്ല. ഈ 5 വീടുകളിൽ ഏത് വീട്ടിലാണ് ഫാത്തിമ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഓരോ വീട്ടിലും പോയിട്ട് ഇത് ഫാത്തിമയുടെ വീടാണോ, ഇത് ഫാത്തിമയുടെ വീടാണോ എന്ന് പോയിട്ട് ചോദിക്കോ? ഇല്ല. നമ്മൾ ഫാത്തിമയോട് ചോദിക്കും, എത്രാമത്തെ വീടാണ് ഫാത്തിമയുടെ വീട് എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ നമുക്ക് ഈ 5 വീടിനും 5 നമ്പർ കൊടുക്കാം. 1 2 3 4 5. ഓക്കെ, അപ്പൊ അങ്ങനെ 5 വീടുകൾക്ക് 5 നമ്പർ ഉണ്ട്. അതില് ഫാത്തിമന്റെ വീട്ടിന്റെ നമ്പർ 1 ആണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ പോകും. സ്വാഭാവികമായിട്ടും വീട്ടിൽ എന്തുണ്ടാവും? കുറെ റൂമുകൾ ഉണ്ടാവും. അപ്പൊ ഇതില് നമുക്ക് ഫാത്തിമാനെ ഒന്നുകൂടി അടുത്ത് അറിയണല്ലോ. അപ്പം ഫാത്തിമ ഏത് റൂമിലാണ് ഉള്ളത് എന്ന് കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഓരോ റൂമിലും കയറിയിട്ട് ഈ റൂമിലാണോ ഫാത്തിമ എന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല അല്ലെ? ഇൻഷാ അള്ളാ അതാണ് നമ്മൾ ഇൻഷാ അള്ളാ എന്താക്കാൻ പോകുന്നത്, ഈ ലെക്ചേഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഥവാ നമ്മളൊരു അക്ഷരത്തിനെ കാണാൻ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി, ആ അക്ഷരത്തിന്റെ പേര് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ അതിന്റെ സ്ഥലം ഇൻഷാ അള്ളാ മനസ്സിലാക്കും. സ്ഥലം മാത്രം മനസ്സിലാക്കിയാൽ പോരാ അല്ലെ? ആ സ്ഥലത്ത് എത്ര ആൾക്കാർ, ഈ ഒരു അക്ഷരം മാത്രമാണോ വരുന്നത്, അതല്ല അതിന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടോ, അവരൊക്കെ റൂമിലാണോ ഉള്ളത്, അതല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത റൂമുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഷാ അള്ളാ പഠിക്കാം. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 സ്ഥലങ്ങളിലായിട്ടാണ് എന്ത് വരുന്നത്? അക്ഷരങ്ങൾ വരുന്നത്. അഥവാ നമ്മളിപ്പം പറഞ്ഞ 5 വീടുകളിൽ നിന്നായിട്ടാണ് ഈ 29, നമുക്ക് 29 ആൾക്കാരെ പരിചയപ്പെടാനുണ്ട്. ഈ 29 ആൾക്കാർ എന്താണ്? 5 വീടുകളിൽ നിന്നായിട്ടാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ വീടിന്റെ പേര് അൽ ജൗഫ്, രണ്ടാമത്തെ വീടിന്റെ പേര് അൽ ഹൽഖ്, മൂന്നാമത്തെ വീടിന്റെ പേര് അൽ ലിസാൻ, നാലാമത്തെ വീടിന്റെ പേര് അഷ്ഷഫത്താൻ, അഞ്ചാമത്തെ വീടിന്റെ പേര് അൽ ഖൈഷൂം. അതിന്റെ ഇടയിലുള്ളതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നമ്മളിപ്പോ പറഞ്ഞത് മാത്രം മൈൻഡ് ചെയ്താൽ മതി. ഒന്നാമത്തത് അൽ ജൗഫ് അഥവാ നമ്മുടെ വായിലും തൊണ്ടയിലും കാലിയായ സ്ഥലം, empty space in the throat and mouth എന്ന് പറയാം. രണ്ടാമത്തത് അൽ ഹൽഖ് അഥവാ തൊണ്ട. അപ്പം empty space in the throat and mouth എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ഈ ഒരു പേർപ്പിൾ കളറും, ഈ ഒരു കാലിയായ പ്ലേസ്, ഈ ഒരു ആരോ മാർക്ക് അങ്ങനെ പുറത്തേക്ക് പോകും. അതാണ് എന്ത്? അൽ ജൗഫ്. ഇനി അൽ ഹൽഖ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേർപ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഭാഗമാണ് വരുന്നത്. അഥവാ ഈ ഒരു ഭാഗം, ഈ ഒരു പേർപ്പിൾ കളറുള്ള ഈ ഭാഗമാണ് എന്ത്? അൽ ഹൽഖ് വരുന്നത്, നമ്മുടെ തൊണ്ടയുടെ ഭാഗം വരുന്നത്. പിന്നെ അൽ ലിസാൻ നമുക്കൊക്കെ അറിയാം അല്ലെ? നമ്മുടെ നാവാണ് അൽ ലിസാൻ എന്ന് പറയുന്നത്. അഷ്റഫത്താൻ എന്ന് പറയുമ്പോൾ ഈ 2 ചുണ്ടുകളാണ് വരുന്നത്. പിന്നെ അൽ ഖൈഷു എന്ന് പറയുമ്പോൾ മൂക്കിലെ സ്വരനാളപാളികൾ, അഫ്വൻ നേസൽ കാവിറ്റി, തരിമൂക്ക് എന്നൊക്കെ പറയും. അതാണ് 5 സ്ഥലങ്ങൾ. ഒന്നുകൂടെ ഓർമ്മയിൽ വെക്കുക, നമ്മൾ പറഞ്ഞു നമുക്ക് 29 ആൾക്കാരെ പരിചയപ്പെടാനുണ്ട്. അപ്പൊ ഈ 29 ആൾക്കാര് 5 വീടുകളിൽ നിന്നായിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ വീടിന്റെ പേര് അൽ ജൗഫ്, രണ്ടാമത്തെ വീടിന്റെ പേര് അൽ ഹൽഖ്, മൂന്നാമത്തെ വീടിന്റെ പേര് അൽ ലിസാൻ, നാലാമത്തെ വീടിന്റെ പേര് അഷ്റഫത്താൻ, അഞ്ചാമത്തെ വീടിന്റെ പേര് അൽ ഖൈഷൂം. ഓക്കെ,
അപ്പൊ നമ്മളിങ്ങനെ 5 വീടുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ഓരോ ഓർഡറിൽ തന്നെയാണ് ഓരോരാളെ വീട്ടിലും പോകുന്നത്. ആദ്യം നമ്മൾ ജൗഫ് എന്ന വീട്ടിലാണ് പോകുന്നത്, അതിനുശേഷം നമ്മൾ ഹൽക്കയിലേക്ക് പോകും, പിന്നീട് നമ്മൾ ലിസാനിലേക്ക് പോകും, പിന്നീട് ഷഫത്താനിലേക്ക് പോകും, പിന്നീട് ഖൈശൂമിലേക്ക് പോകും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. അപ്പൊ ഇതിൽ മനസ്സിലാക്കുക, ഓരോ വീട്ടിലും ഉള്ള ആൾക്കാരുടെ എണ്ണം എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. ചില വീടുകളിൽ കുറെ ആൾക്കാരുണ്ടാവും, ചില വീടുകളിൽ കുറച്ച് ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അത് തന്നെ ചില വീട്ടിൽ എന്തുണ്ടാവും, സ്പെഷ്യൽ ആയിട്ടുള്ള റൂമുകൾ ഉണ്ടാവും, ചില വീട്ടിൽ അങ്ങനെ റൂമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് മഖ്റജായ ഒന്നാമത്തെ വീടായ അൽ ജൗഫിലേക്കാണ് പോകുന്നത്. നമ്മൾ അൽ ജൗഫിനെ കുറിച്ച് മനസ്സിലാക്കി, അഥവാ ജൗഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം, ഭാഷാപരമായിട്ടുള്ള അർത്ഥം ജൗഫ് എന്ന് പറഞ്ഞാൽ കാലിയായ സ്ഥലം, എം ടി സ്പേസ്, അതാണ് ഭാഷാപരമായിട്ട് അർത്ഥം. അപ്പൊ നമ്മളിവിടെ തജ്വീദിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്തിലാഹനായിട്ട് നമ്മൾ പഠിക്കും, അഥവാ തജ്വീദിൽ ജൗഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എം ടി സ്പേസ് ഇൻ ദ മൗത്ത് ആൻഡ് ത്രോട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് വീട്ടിലേക്കാണ് കയറുന്നത്. ആ വീടിന്റെ പേരാണ് അൽ ജൗഫ്. ഓക്കെ, ഇനി നമുക്ക് എന്താക്കണം, ആ വീട്ടിലുള്ള ആൾക്കാരെ പരിചയപ്പെടണം. അപ്പൊ ജൗഫിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഈ വീട്ടില് എന്തില്ല, റൂമുകളൊന്നില്ല. 3 ആൾക്കാർ താമസിക്കുന്നുണ്ട്, പക്ഷെ എന്തില്ല, ഈ വീട്ടില് റൂമില്ല. ഓക്കെ, ജൗഫ് എന്ന വീട്ടില് 3 ആൾക്കാർ താമസിക്കുന്നുണ്ട്, പക്ഷെ വീട്ടിന് എന്തില്ല, റൂമുകളൊന്നുമില്ല. വാതില് തുറന്നാല് 3 ആൾക്കാരെ കാണും. ഈ 3 ആൾക്കാരും എന്താണ്, അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണും. ചില സമയത്ത് ഒരു സ്ഥലത്തുണ്ടാവും, ചില സമയത്ത് അങ്ങോട്ടുണ്ടാവും, അങ്ങനെ അങ്ങനെ. അത് കൃത്യമായിട്ട് 3 ആൾക്കും സ്പേസ് ഒന്നും ഇല്ല, അവർക്ക് ഇഷ്ടമുള്ളതിലൂടെ അങ്ങനെ പോവാം. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റൂല, എന്താ പറയാ, ഒരാളുടെ സ്ഥലം ഇവിടെയാണ്, ഒരാളുടെ സ്ഥലം അവിടെയാണ്, ഒരാളുടെ സ്ഥലം ഇവിടെയാണെന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ 3 ആൾക്കാരും ആ വീട്ടിൽ താമസിക്കുന്നത്. അതാണ് ജൗഫ്, അഥവാ നമ്മുടെ വായിലും തൊണ്ടയിലും കാലിയായ സ്ഥലം. അതിൽ ഇന്ന സ്പേസിലാണ് ഇന്ന ലെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഈ 3 ലെറ്റേഴ്സും ഈ വായിലും തൊണ്ടയിലും കാലിയായ സ്ഥലത്തിലോട്ട് ഒഴുകുന്ന ലെറ്റേഴ്സ് ആണ്. 3ഉം അതങ്ങനെ പോകും. അതിനെന്തില്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സാക്ട് പ്ലേസ് ഇല്ല. നമ്മൾ ഫസ്റ്റ് ഹർഫിനെ കുറിച്ച് പഠിച്ചപ്പം നമ്മൾ പറഞ്ഞു, എന്താണ് ഹർഫ് എന്ന് പറഞ്ഞാല് ഒരു ലെറ്റർ ആണ്, അഥവാ എങ്ങനെയുള്ള ലെറ്റർ ആണ്, അഫ്വൻ ഹർഫ് എന്ന് പറഞ്ഞ ഒരു സൗണ്ട് ആണ്. അത് എങ്ങനെയുള്ള സൗണ്ട് ആയിരിക്കും, ഒന്നെങ്കിൽ എക്സാക്ട് പോയിന്റ് എന്ന് വരുന്ന ഒരു സൗണ്ട്, അതല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്, ഏകദേശമായ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന സൗണ്ട്, അതാണ് ഹർഫ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഹർഫ് എവിടുന്ന് വരുന്നതാണ്, ഒരു ഏകദേശമായ സ്ഥലത്തുനിന്ന് വരുന്ന ഹർഫിനെയാണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, ഫസ്റ്റ് പഠിക്കുന്നത്, അഥവാ മുഖദ്ദർ ആയിട്ടുള്ളത്. ഇത് എത്ര ഹർഫുകളുണ്ട്, 3 ഹർഫുകളാണ്. പ്രത്യേകം മനസ്സിലാക്കുക, ഇവര് 3 ആൾക്കാരും ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്, പക്ഷെ അവരെ വീട്ടിൽ എന്തില്ല, റൂമുകളൊന്നും ഇല്ല. അവര് 3 ആളും ഏകദേശം ഒരു സ്ഥലത്തു നിന്നാണ്, ആ വീട്ടിലുള്ള ഏകദേശം ഓരോ സ്ഥലത്ത് അവരവർക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇന്ന റൂം ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിന് എന്തില്ല, റൂമില്ല. അപ്പൊ അതാണ് അൽ ജൗഫ്. ഓക്കെ, അൽ ജൗഫ് എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ മഖ്റജ് ആമാണ്. അപ്പൊ നമ്മൾ ഈ വീടുകൾക്ക് പറയുന്ന പേരാണ് മഖ്റജ് ആം. ഓക്കെ, വീട്ടിന്റെ ഉള്ളിലുള്ള റൂമുകൾക്ക് പറയുന്ന പേരാണ് മഖ്റജ് ഖാസ്. അപ്പം ജൗഫിൽ എന്തില്ല, ഒരൊറ്റ വാതിലുള്ളൂ. അപ്പൊ ആ വാതിലാണ് എന്ത്, അതിന്റെ മഖ്റജ് ഖാസ്. ഓക്കെ, പ്രത്യേകിച്ച് അതിലെന്തില്ല, സ്പെഷ്യൽ ആയിട്ട് റൂമുകൾ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ അക്ഷരങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അലിഫ് മദ്ദിയ, വാവ് മദ്ദിയ, യാ മദ്ദിയ. 3 ലെറ്റേഴ്സും പറയുന്ന ആ ഒരു രീതി നോക്കുക. അലിഫ് മദ്ദിയ പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ മൗത്ത്, വായ റിലാക്സ് ആയിരിക്കും, അഥവാ നാവൊക്കെ റിലാക്സ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് നോർമൽ ആയിട്ടാണ് ഉണ്ടാവുക. വായ ഓപ്പൺ ചെയ്യണം, സൗണ്ട് എന്താകും, മുകളിലേക്കാണ് പോവുക, അലിഫ് മദ്ദിയ. വാവ് മദ്ദിയ ആവുമ്പോൾ എന്താവും, നമ്മുടെ നാവിന്റെ ബാക്ക് സൈഡ് ഉയരും, അതുപോലെ തന്നെ ചുണ്ട് എന്താണ്, സർക്കിൾ ചെയ്യണം. യാ മദ്ദിയ ആവുമ്പോൾ നാവിന്റെ മിഡിൽ ഉയരും, അതുപോലെ തന്നെ ലോവർ ജോ. ഈ 3 പിക്ചറും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു വ്യത്യാസം. ഒന്നുകൂടെ എന്താവും, ഈ താടിയല് താഴോട്ടേക്ക് പോകും. പക്ഷെ ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതാണ് 3 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ അലിഫ് മദ്ദിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 28 അക്ഷരങ്ങൾ, അഥവാ അലിഫ് അല്ലാത്ത ബാക്കിയുള്ള 28 അക്ഷരങ്ങൾ, അതിന് ഫത്ഹവും
ശേഷം അലിഫ് മദ് വരികയും അഥവാ ഈ മദ് വരികയും ചെയ്താൽ എന്താകും? അവിടെ അലിഫ് മദ്ദേ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു. ബ എന്നുള്ള ലെറ്ററിന് ഫത്ഹ കൊടുക്കുന്നു, എന്നിട്ട് അലിഫ് മദ് ഇടുന്നു. അപ്പൊ എങ്ങനെയാ വായിക്കുക? ബ. ഈ പിക്ചറിൽ നോക്കാം, ബ. മീം എന്നുള്ള ലെറ്ററിന് നമ്മൾ എന്താക്കുന്നു? ഫത്ഹ കൊടുക്കുന്നു, അലിഫ് മദ് ഇടുന്നു. അപ്പൊ എന്ത് വായിക്കും? മാ. അവിടെ നീട്ടാൻ. ഫ എന്നുള്ള ലെറ്ററിന് ഫത്ഹ കൊടുക്കുന്നു, അലിഫ് മദ് കൊടുക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ വായിക്കും ഫ എന്ന് നീട്ടും, അഥവാ ആ എന്നുള്ള സൗണ്ടിൽ നീട്ടും. ഇത് 28 അക്ഷരങ്ങളിൽ. ഇനി നമുക്ക് ലാമാണ് നീട്ടേണ്ടതെങ്കിൽ ലാം എങ്ങനെ എഴുതും? ലാമിന് ഫത്ഹ കൊടുക്കും, എന്നിട്ട് അലിഫ് മദ് ഇടും. ഇപ്പൊ എന്ത് വായിക്കും? ലാ. ഇവിടെ എന്ത് വന്നു? അലിഫ് മദ് വരും. ലാമിന് ഫത്ഹ ഇടണം, എന്നിട്ട് അലിഫ് മദ്. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അലിഫ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അലിഫ് സാക്കിന ആണ്. പക്ഷെ അതെന്തുണ്ടാവില്ല? ഖുർആന്റെ എഴുത്തിലുണ്ടാവില്ല. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നത്തെ ക്ലാസ് കേൾക്കാത്തവര് അതുകൂടെ കേൾക്കേണ്ടതാണ്. ബറക്കല്ലാഹു. ഓക്കെ. ഒരു സെക്കൻഡ്, ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഒരൊറ്റ സെക്കൻഡ്. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തത്. ഓക്കെ. അഥവാ ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇത് അലിഫ് മദ് കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പം അലിഫ് മദ് വരുമ്പം ലാ പറയുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നാവ് അവിടെ മൂവ് ചെയ്യുന്നത്. പിന്നെ ആന്ന് നീട്ടുമ്പോൾ ആ എയറിന്റെ ഫ്ലോ നോക്കിയാൽ മതി. അതെന്താവുന്നത്? അങ്ങനെ മൂവ് ആണ്, എവിടെയും ടച്ച് ചെയ്യുന്നില്ല. നാവ് എന്താണ്? ഫ്ലാറ്റ് ആണ്. അതുപോലെ തന്നെ സൗണ്ട് എന്താവും? മുകളിലേക്ക് പോവും. അപ്പൊ അങ്ങനെയാണ് അലിഫ് മദ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മദ്ദിന്റെ ലെറ്റേഴ്സ് ഇതാവുമ്പോൾ വോക്കൽ കോഡിന് വൈബ്രേഷൻ ഉണ്ട്. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ വോക്കൽ കോഡ് ഉണ്ടാവുക. അതും ജസ്റ്റ് അവിടെ കാണിക്കുന്നത് മാത്രം. ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ അതാണ് അലിഫ് മദ്ദിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫത്ഹയുടെ സൗണ്ട് എന്തായിരിക്കും? മുകളിലേക്ക് ഉയരുന്ന രീതിയിലാണ് ഉണ്ടാവുക. അഥവാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, സൗണ്ട് ഉയരും. അത് പക്ഷെ ഹെവി ലെറ്ററിൻ്റെതാകുമ്പോൾ ഹെവി സൗണ്ട് ആയിരിക്കും, ലൈറ്റ് ലെറ്ററിൻ്റെതാകുമ്പോൾ ലൈറ്റ് സൗണ്ട് ആയിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് അലിഫ് മദ്ദിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ വാവ് മദ്ദാണ് നമ്മൾ പഠിച്ചത്. വാവ് മദ് നമ്മൾ പറഞ്ഞു. വാവ് മദ് എന്താണ്? ആ ലെറ്ററിന് ഇപ്പം ഏതെങ്കിലും ഒരു ലെറ്ററിന് ബൊമ്മ് കൊടുക്കും, അതിനുശേഷം വാവ് സുക്കൂൻ അഥവാ വാവ് സാക്കിന കൊടുക്കും. അപ്പൊ അത് വാവ് മദ്ദാകും. ഇപ്പം ഒരു എക്സാമ്പിൾ, ബാക്ക് ബൊമ്മ കൊടുക്കുന്നു, വാവ് സാക്കിന ഇടുന്നു, ബൂ. മീം ബൊമ്മ വാവ് സാക്കിന മൂ. ഫ ബൊമ്മ വാവ് സാക്കിന ഫൂ എന്ന് പറഞ്ഞിട്ട് നീട്ടും. അതാണ് വാവ് മദ്. വാവ് മദ്ദിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
അതുപോലെ തന്നെ അതാവുന്നില്ല, എന്താ വെച്ചാന്നറിയില്ല. ഓക്കെ, അല്ല ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അലിഫ് മദ്ദിൻ്റെത് നേരത്തെ നമ്മൾ പറഞ്ഞു നാവ് എന്താണ്, ഫ്ലാറ്റ് ആണ്. എന്നാൽ ഇവിടെ വാവ് മദ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വൂ എന്ന് പറഞ്ഞിട്ട് നീട്ടുമ്പോൾ എന്താവുന്നുണ്ട്, നാവിന്റെ ബാക്ക് ഉയരുന്നുണ്ട്, എന്നാൽ സൗണ്ട് ആ ഒരു എയർ അങ്ങനെ പോകുന്നുണ്ട്. അത് എവിടെയും ടച്ച് ചെയ്യുന്നൊന്നുമില്ല. നാവും ഉയർത്തുന്നല്ലാതെ എവിടെയും ടച്ച് ചെയ്യണമെന്നില്ല, അതങ്ങനെ പോവാണ്. അത് ഒരു ഏകദേശമായ സ്ഥലത്തു നിന്നാണ് വാവ് മദ്ദും വരുന്നത്. ഇനി ആ മദ്ദും നമ്മൾ പറഞ്ഞ പോലെ ഒരു ഹർക്കത്തിന് അഥവാ 28 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് കെസ്റ കൊടുക്കും, അതിനുശേഷം യാസുക്കൂൻ. ഇപ്പൊ ബാ കെസ്റ യാസുക്കൂൻ ബി, മീം കെസ്റ യാസുക്കൂൻ മീ, ഫ കെസ്റ യാസുക്കൂൻ ഫീ, ഇങ്ങനെയാണ് ഉച്ചരിക്കുക. ഇപ്പൊ നമ്മള് സുക്കൂന് യാ മദ് ഉച്ചരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലുണ്ടാവുക എന്തുണ്ടാവും, നമ്മുടെ താടി എല്ലുകള് താഴോട്ടേക്ക് പോകും. ഇത് പ്ലേ ആവുന്നില്ല, പഠനം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അഥവാ നമ്മുടെ താടിയലുകൾ താഴോട്ടാണ് പോവുക ഈ എന്ന് പറയുമ്പോൾ ആ സൗണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, നാവിന്റെ മിഡില് ഉയർത്തേണ്ടി വരും. അതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത്. അപ്പൊ ഇത്രയാണ് മദ്ദിന്റെ ലെറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിലേക്ക് പോകാം. നമ്മൾ 5 വീടുകളെ കുറിച്ചാണ് പരിചയപ്പെട്ടത്. ഈ 5 വീടില് ഒന്നാമത്തെ വീടാണ് അൽ ജൗഫ്, അഥവാ ഒന്നാമത്തെ മഖ്റജ് ആമാണ് അൽ ജൗഫ്. ഈ അൽ ജൗഫിൽ നിന്നും അഥവാ നമ്മുടെ വായിലും തൊണ്ടയിലും കാലിയായ സ്ഥലങ്ങളിൽ നിന്നും 3 അക്ഷരങ്ങൾ വരുന്നുണ്ട്, അലിഫ് മത്തിയ, വാവ് മത്തിയ, യാ മത്തിയ. അഥവാ ഇവർക്ക് എന്തില്ല, പ്രത്യേകിച്ച് റൂമുകളൊന്നുമില്ല, അഥവാ പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ല. ജൗഫിന്ന് വരുന്ന 3 അക്ഷരങ്ങളാണ്. അഥവാ ജൗഫിന്ന് അവര് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള സ്ഥലമില്ല അല്ലെ. അവര് 3 ആൾക്കാരും ആ ജൗഫിൽ നിന്ന് വായിലും തൊണ്ടയിലും കാലിയായ സ്ഥലത്ത് നിന്ന് അങ്ങനെ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, അഥവാ അൽ ഹൽഖ്. രണ്ടാമത്തെ വീടിന്റെ പേരാണ് അൽ ഹൽഖ്, ദ ത്രോട്ട്, തൊണ്ട. ഒരൊറ്റ സെക്കൻഡ്, ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ മിനിറ്റ്, ഒരു സെക്കൻഡ് കേട്ടോ, അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ വീട് എന്ന് പറയുന്നത് അൽ ജൗഫാണ്, രണ്ടാമത്തെ വീട് അൽ ഹൽഖ്. അപ്പം ഈ ഹൽഖ് എന്ന വീടിന്റെ പ്രത്യേകത, ഈ വീട്ടില് 3 റൂമുകൾ ഉണ്ട്. ഓക്കെ, ജൗഫില് റൂമൊന്നുമില്ല, പക്ഷെ 3 ആൾക്കാരുണ്ട് നമ്മൾ പറഞ്ഞു. ഹൽഖിന്റെ പ്രത്യേകത, ഹൽഖില് 3 റൂമുകൾ ഉണ്ട്, അതുപോലെ തന്നെ 6 ആൾക്കാരും താമസിക്കുന്നുണ്ട്. ഓക്കെ, ഹൽക്കില് 3 റൂമുകൾ ഉണ്ട്, അതിൽ 6 ആൾക്കാർ താമസിക്കുന്നുണ്ട്. അഥവാ രണ്ടാമത്തെ മഖ്റജ് ആമാണ് അൽ ഹൽഖ് എന്നുള്ളത്. ഈ അൽ ഹൽഖിൽ നിന്നും 6 അക്ഷരങ്ങൾ വരുന്നുണ്ട്. എവിടെ നിന്നൊക്കെ ആയിട്ട്, 3 സ്ഥലങ്ങളിൽ നിന്നായിട്ട്.
സ്ക്രീന് ഷെയർ ആവുന്നുണ്ടോ? കാണുന്നുണ്ടോ സ്ക്രീന്? ഓക്കെ. അപ്പൊ 3 റൂമുകളിലായിട്ട് 6 ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഒരു റൂമില് 2 ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, ഒരു റൂമില് 2 ആൾക്കാരാണ്. അങ്ങനെ ഹെൽപ്പ് എന്ന വീട്ടില് 3 റൂമുണ്ട്. 3 റൂമിൽ നിന്നായിട്ട് 6 ആൾക്കാർ വരുന്നുണ്ട്. ഒരു റൂമില് 2 ആൾക്കാരാണ് ഉള്ളത്. അപ്പം ആദ്യത്തെ റൂമിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായിട്ട് ഈ 3 റൂമുകളുടെ പേരുകൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ റൂമിന്റെ പേരാണ് അഖ്സൽ ഹൽഖ് അഥവാ തൊണ്ടയുടെ താഴെ ഭാഗം, ലോവർ ത്രോട്ട് എന്ന് പറയാം. രണ്ടാമത്തെ റൂമിന്റെ പേരാണ് വശഖുൽ ഹൽഖ് അഥവാ മിഡിൽ ഓഫ് ദ ത്രോട്ട്, തൊണ്ടയുടെ നടുഭാഗം. മൂന്നാമത്തെ റൂമിന്റെ പേരാണ് അദിനൽ ഹൽഖ് അഥവാ അപ്പർ ത്രോട്ട്, തൊണ്ടയുടെ മുകൾ ഭാഗം, അതല്ലെങ്കിൽ ഇങ്ങേയറ്റം എന്നൊക്കെ നമുക്ക് പറയാം. അഥവാ ഒന്നാമത്തെ റൂമിന്റെ പേരാണ് അഖ്സൽ ഹൽഖ്, രണ്ടാമത്തെ റൂമിന്റെ പേരാണ് വശഖുൽ ഹൽഖ്, മൂന്നാമത്തെ റൂമിന്റെ പേരാണ് അദിനൽ ഹൽഖ്. ഒന്നാമത്തെ റൂം അഥവാ തൊണ്ടയുടെ അങ്ങേയറ്റം, തൊണ്ടയുടെ താഴെ ഭാഗം. രണ്ടാമത്തെ റൂം തൊണ്ടയുടെ മധ്യഭാഗം അഥവാ മിഡിൽ പോർഷൻ, തൊണ്ടയുടെ നടുഭാഗം. മൂന്നാമത്തെ റൂമാണ് അദിനൽ ഹൽഖ് അഥവാ തൊണ്ടയുടെ ഇങ്ങേയറ്റം അല്ലെങ്കിൽ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെ 3 റൂമിനായിട്ട് 6 ആൾക്കാർ വരുന്നുണ്ട്. ഒരു റൂമിൽ 2 ആൾക്കാരാണുള്ളത്. അപ്പം ഈ ഓരോ റൂമിനും എന്താണ് നമ്മൾ പറയാ? മഖ്റജ് ഖാസ്. ഓക്കെ, അൽ ഹൽഖ് എന്നുള്ളത് എന്താണ്? രണ്ടാമത്തെ മഖ്റജ് ആമാണ്. എന്നാല് ഹൽക്കിലുള്ള ഓരോ റൂമുകളും എന്താണ്? ഓരോ മഖ്റജ് ഖാസ് ആണ്. ഓക്കെ, ഹൽക്കിലുള്ള ഓരോ റൂമുകളും എന്താണ്? ഓരോ മഖ്റജ് ഖാസ് ആണ്. അപ്പൊ ഈ ഒരു മഖ്റജ് ഖാസിൽ നിന്നും എന്ത് വരുന്നുണ്ട്? 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഒരു റൂമിൽ നിന്ന് 2 ആൾക്കാർ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അഥവാ ഒരു മഖ്റജ് ഖാസ് 2 അക്ഷരങ്ങൾ. അപ്പൊ അതില് ആദ്യത്തെ മഖ്റജ് ഖാസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാം. അഥവാ നമ്മുടെ തൊണ്ടയുടെ ഏറ്റവും താഴെ ഭാഗം അഥവാ അഖ്സൽ ഹൽഖ് വരുന്ന ഭാഗത്ത് വരുന്നതാണ് എന്ത്? ഉണ്ടാവുന്ന കാര്യമാണ് എന്ത്? വോക്കൽ കോഡ്. വോക്കൽ കോഡിന്റെ അടുത്താണ് എന്ത്? തൊണ്ടയുടെ ഏറ്റവും നമ്മൾ തുടങ്ങുന്ന ആ സ്റ്റാർട്ടിങ്, നമ്മുടെ ഈ 3 റൂമിലെ ഒന്നാമത്തെ റൂം വരുന്നത് നമ്മുടെ വോക്കൽ കോഡിന്റെ അടുത്താണ്. ഈ വോക്കൽ കോഡിനെ അറബിയിൽ പറയാ. ഇത് എല്ലാവരും എടുക്കേണ്ടതില്ല. കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർ മാത്രം ഈ പോയിന്റ്, ഇപ്പൊ ഈ പറയുന്ന പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. അല്ലാത്തവർ ഇത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. അഥവാ വോക്കൽ കോഡിന് പറയുന്ന പേരാണ് ഔച്ചാറു സൗത്തിയ, അതല്ലെങ്കിൽ വറ്ററൈനി സൗത്തിയ എന്ന് പറയും. നമ്മുടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം, അതാണ് ഔച്ചാറു സൗത്തിയ. അതേപോലെ തന്നെ നമ്മുടെ തൊണ്ടയുടെ മിഡിൽ പോർഷൻ, അവിടുന്ന് വരുന്ന അക്ഷരങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ലിസാനുൽ മിസ്മാർ അഥവാ ഇംഗ്ലീഷിൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. മലയാളത്തിൽ എന്താണ് പറയാ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അതുപോലെ വോക്കൽ കോഡിന് മലയാളത്തിൽ സ്വരനാള പാളി എന്നാണ് പറയാ. എപ്പിഗ്ലോട്ടിസിന് എന്താണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയാൻ നിങ്ങൾക്ക് അറിയില്ല. ലിസാനുൽ മിസ്മാർ എന്നാണ് അറബിയിൽ പറയാം. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ അദിനൽ ഹൽഖ് വരുന്ന മൂന്നാമത്തെ റൂമിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു ഭാഗമാണ് ജദ്റുൽ ലിസാൻ അഥവാ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. ജദ്റുൽ ലിസാനായിട്ട് കണക്ട് ചെയ്യാം. ജദ്റുൽ ലിസാൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നാവിന്റെ റൂട്ട് അഥവാ നാവിന്റെ വേര്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യാം, കാരണം നമ്മൾ ഇനി പറയുമ്പോൾ ഇതിനെ ഒന്ന് സൂചിപ്പിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് ഫസ്റ്റത്തെ റൂമിലേക്കാണ് പോകുന്നത്. ഒന്നുകൂടെ ഓർമ്മിക്കാം, നമ്മള് 5 വീടുകളെ കുറിച്ച് പഠിച്ചു. അതിൽ ഒന്നാമത്തെ വീട് അൽ ജൗഫാണ്. ജൗഫിൽ റൂമൊന്നുമില്ല, 3 ആൾക്കാരുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വീടാണ് അൽ ഹൽഖ് അഥവാ രണ്ടാമത്തെ മഖ്റജ് ആം. ഹൽക്കിൽ 6 ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ 6 ആൾക്കാർക്ക് 3 റൂമാണ് ഉള്ളത്. ഒരു റൂമിൽ 2 ആൾക്കാർ വീതമാണ് താമസിക്കുന്നത്. അഥവാ ഓരോ മഖ്റജ് ഖാസിലും 2 ലെറ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ മഖ്റജ് ഖാസ് ആണ്. ആ റൂമിന്റെ പേരാണ് അഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ താഴ്ന്ന ഭാഗം, അങ്ങേ അറ്റം, ലോവർ പാർട്ട് ഓഫ് ദ ത്രോട്ട് അല്ലെങ്കിൽ പാദസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടുന്ന് വരുന്ന ആൾക്കാരുടെ ഫേസ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്, അഥവാ അവരുടെ മുഖം. ഇങ്ങനെയാണ് അവരെ കാണാൻ. അപ്പൊ അവരുടെ പേരെന്താണ്? ഒരു ലെറ്റർ ഹംസ, മറ്റൊന്ന് ഹ. ഓക്കെ, നമ്മൾ ആദ്യം ഇവരെ സ്ഥലം പഠിച്ചു, എന്നിട്ടാണ് നമ്മൾ എന്താക്കുന്നത് അവരെ എങ്ങനെയാണ് കാണാൻ എന്താണ്. അപ്പൊ നമ്മൾ ആദ്യം അറബി അക്ഷരങ്ങൾ എല്ലാ അക്ഷരങ്ങളും നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ ഇനി അവരെ പേരുകൾ നമ്മൾ പഠിച്ചു. ഇനി അവർ എവിടുന്നാണ് വരുന്നത്? ഇതിൽ ഹംസയും ഹായും ആണ് എന്ത്? തൊണ്ടയുടെ താഴ്ന്നു വരുന്നത്. അപ്പൊ നമ്മുടെ തൊണ്ടയുടെ ഏറ്റവും താഴ്ന്നു വരുന്ന 2 ലെറ്റേഴ്സ് ആണ് ഹംസ ഹ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഹംസ എന്നുള്ള ലെറ്ററിന്റെ സൗണ്ട് ആണെന്ത്? ആ ഉ ഇ.
നമ്മൾ ആ ഉ ഇ എന്ന് പറയുന്ന സൗണ്ട് എന്താണ്? ഹംസയുടെ സൗണ്ട്. അല്ലദീന ആമനു എന്ന് പറയുന്നത്, ഉലൈക പറയുന്നത്, അവിടെയൊക്കെയുള്ള ഉ ഈ ഒക്കെ എന്താണ്? ഹംസയുടെ സൗണ്ട് ആണ്, അല്ലാതെ അത് അലിഫിന്റെതല്ല. നമ്മൾ പഠിച്ചത് അലിഫ് എന്താണ്? സൗണ്ട് ഇല്ലാത്ത അക്ഷരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കാണിച്ചത് അഖ്സൽ ഹൽഖ് എന്ന് വരുന്ന ഹംസയുടെ കാര്യമാണ്. അപ്പം ഹംസ എന്നുള്ള ലെറ്ററിന്റെ മാത്രം പ്രത്യേകതയാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക. ഈ ഹംസ എന്നുള്ള അക്ഷരം സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുമ്പോൾ എന്തുണ്ടാവില്ല? അതിന്റെ സൗണ്ട് ഉണ്ടാവില്ല, ഒരു കട്ട് ചെയ്യുന്നത് പോലെയാണ് കേൾക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ കേട്ടതുപോലെ യ ബി യു. അപ്പൊ നമ്മള് യു മിനൂന ഓതുമ്പോൾ യു മിനൂന എന്ന് ഓതരുത്, യു മിനൂന. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ അല്ല, അറബിയിലുള്ള ആ. നമുക്ക് എന്തറിയണം? നമ്മുടെ തൊണ്ടയുടെ ആ അഖ്സൽ ഹൽഖിന്റെ ഭാഗം, വോക്കൽ കോഡ് ഉള്ള ഭാഗം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എവിടെയാണ് വോക്കൽ കോഡ്. അഥവാ ഇപ്പൊ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ ഈ ഒരു ആരോ മാർക്ക് കാണുന്ന ഒരു ഭാഗം, അഥവാ പ്രത്യേകിച്ച് ആണുങ്ങളുടെ ഒക്കെ ഭാഗം, തൊണ്ടയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പൊന്തിയൊരു ഭാഗം ഉണ്ടാവും. ആ സ്ഥലത്ത് നമ്മൾ കൈ വെച്ച് നോക്കാം, എന്നിട്ട് നമ്മൾ പറയാം ആ ആ. അപ്പൊ നമുക്ക് അവിടെ ഒരു ഫീലിംഗ് ഉണ്ടാവണം, അതാണ് ആ. നെന്നിന്റെ മുകളില് അല്ലെങ്കിൽ ചെസ്റ്റിന്റെ മുകളിലൊന്ന് കൈ വെച്ചിട്ട് ആ എന്ന് പറയരുത്, അവിടെ അല്ല വെക്കേണ്ടത്, ത്രോട്ടിൽ നിന്നാണ് വരുന്നത് അല്ലെ, തൊണ്ടയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ തൊണ്ടയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു നോക്കുക ആ. നമ്മൾ നോർമൽ ആ പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഇല്ല. നോർമൽ ആയിട്ട് നമ്മൾ അമ്മ അച്ഛൻ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ആ എന്തല്ല, ആ അല്ല, അറബിയിലുള്ള ആ. അറബിയിലുള്ള ആ ആണെന്ത്? ആ. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ താഴെ തന്നെ പറയണം. അവിടെ നമുക്കൊരു സ്ട്രെസ് ഫീൽ ചെയ്യണം, നമുക്ക് അവിടെ ഫീൽ ചെയ്യണം, അതാണ് ആ. അപ്പം ഈ ആ പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിന് സുക്കൂന് കൊടുക്കുമ്പോൾ എന്തുണ്ടാവില്ല? അത് സൗണ്ട് ഉണ്ടാവില്ല, അതൊരു കട്ട് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവുക, ഒരു ചൊട്ടുന്ന പോലൊക്കെ നമുക്ക് തോന്നും. യു മിനൂന യ ടു ത ടു. അഥവാ ഹംസ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ സൗണ്ട് ഉണ്ടാവില്ല, പുറത്തേക്ക് കേൾക്കില്ല. അതാണ് ഹംസയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ഓക്കെ, ഇനിതാ ഇതാണ് ഹംസയുടെ സൗണ്ട്, അഥവാ ആ ഉ ഇ. അപ്പൊ നമ്മളിത് നമ്മൾ അക്ഷരങ്ങളുടെ സൗണ്ട് ഫോർമേഷൻ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു. ഈ ഹംസ വരുന്നത് എവിടെ നിന്നാണ്? അഖ്സൽ ഹൽഖ് എന്നാണ്, അഥവാ വോക്കൽ കോഡ് ഓപ്പൺ ആയും ക്ലോസ് ആയും ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്നാണ് ഹംസ വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഹറക്കത്തുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരുമിച്ചുണ്ടായ കാര്യത്തിന് എന്താകും? സെപ്പറേറ്റ് ആവും. ഈ വോക്കൽ കോഡ് ആവുന്നത് നോക്കുക, എന്താ? അത് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ, പൂട്ടിയെടുത്തുന്ന എന്താണ്? ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത് ഓരോ ഹർക്കത്ത് പറയുമ്പോൾ. അപ്പൊ അതാണ് നമ്മൾ ഹർക്കത്തുള്ള അക്ഷരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഹംസയുടെ മഖ്റജാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അ ഉ ഇ. നെക്സ്റ്റ് വരുന്ന അക്ഷരാണ് എന്ത്? ഹ. ഹംസ ഹ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹംസയുടെ കാര്യം. ഹംസ എന്നുള്ള ലെറ്ററിന്റെ സൗണ്ട് ആണെങ്കിലും അതിന്റെ പേരെന്താണ്? ഹംസയാണ്. അഥവാ ഈ ഹ ആണ് അതിന്റെ ഫസ്റ്റ്. ഹ മീം സ പിന്നെ ഒരു താ മർബൂത്ത് ഉണ്ട്, അതാണ് ഹംസ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹംസ അല്ല, ഹംസയാണ്. ഹംസയും അല്ല, നമ്മൾ പഠിക്കുന്ന ലെറ്റർ ഹംസ ആണ്, ഹ ആണ്. അപ്പൊ അതും ശ്രദ്ധിക്കുക. അക്ഷരത്തിന്റെ പേര് ഹംസയാണ്, എന്ന അക്ഷരത്തിന്റെ സൗണ്ട് എന്താണ്? ആ ഉ ഇ എന്ന് വരുന്നതാണ് അക്ഷരത്തിന്റെ സൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ആണ് ഹ. അഖ്സൽ ഹൽഖ് എന്ന് വരുന്ന, അഥവാ നമ്മൾ പഠിച്ചു ഹൽഖ് എന്നുള്ള വീട്ടിൽ നിന്നും 3 റൂമുണ്ട്. അതിൽ ഒന്നാമത്തെ റൂമായ അഖ്സൽ ഹൽഖിൽ 2 ആൾക്കാരാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആളായ ഹംസ എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. ആ വോക്കൽ കോഡ് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക ഹംസ പറയുമ്പോൾ. അഥവാ ഹംസ എന്നുള്ള ലെറ്ററിന് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുമ്പോൾ, ഇപ്പൊ ഇവിടെ നോക്കുക, സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുമ്പോൾ എന്തായിരിക്കും? ഹംസ പറയുമ്പോൾ എന്താവാണ്? ക്ലോസ് ആവാണ്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. യാ എന്ന് പറയുമ്പോഴാണ് തുറക്കുന്നത് വോക്കൽ കോഡ്. എന്നിട്ട് ഹംസ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ക്ലോസ് ആവുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഓക്കെ, യ എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്ലീറ്റ്ലി ക്ലോസ് ആവും. അതാണ് ഹംസയും ഹായും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഹ പറയുമ്പോൾ എന്തായിരിക്കും? രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് വരുന്നത്, പക്ഷെ 2 ആൾക്കാരുടെ സൗണ്ട് വ്യത്യാസം ഉണ്ട് അല്ലെ. അഥവാ ഇപ്പം ഹംസ എന്നുള്ള ലെറ്ററും വരുന്നതും ഹാന്ന് വരുന്നതും അഖ്സൽ ഹൽഖ് എന്നാണ്. ആ ഒരേ റൂമിലാണ് 2 ആളും ഉള്ളത്, പക്ഷെ 2 വ്യത്യസ്തമായ സൗണ്ടാണ്. ഒന്ന് ആ ആണ്, ഒന്ന് ഹ ആണ്.
അപ്പൊ അതെന്തുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന രണ്ടാൾക്കാർക്ക് വ്യത്യസ്തമായ സൗണ്ട്? അത് നമുക്ക് ഇൻഷാല്ല പറയാം. അപ്പൊ അതില് ഒന്നാമത്തെ കാര്യം എന്താണ്? ഹ പറയുമ്പോൾ എന്തായിരിക്കും? ഹ എന്ന് പറയുമ്പോൾ വോക്കൽ കോഡ് ഇതേപോലെ ചെറുങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. ഹംസ പറയുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ് ആവും. ബട്ട് ഹ പറയുമ്പോൾ ഈ രീതിയിൽ ഓപ്പൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതാണ് എന്ത് ഹംസയും ഹായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അഥവാ ഹൽക്ക് എന്നുള്ള വീട്ടിൽ നിന്നും 3 റൂമുണ്ട്. അഖ്സൽ ഹൽക്ക്, വസത്തുൽ ഹൽക്ക്, അദ്നൽ ഹൽക്ക്. ഇതിലെ ഒന്നാമത്തെ റൂമായ അഖ്സൽ ഹൽക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ അഖ്സൽ ഹൽക്കിൽ 2 ആൾക്കാരുണ്ട്. അവരുടെ പേരാണ്, ഒരാൾ ഹംസ, മറ്റൊന്ന് ഹ. ഇപ്പൊ 2 ആൾക്കാരും ഒരേ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി 2 ആൾക്കാരുടെയും സൗണ്ട് എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ? ഒരേ സ്ഥലത്ത് നിന്നാണ് വരുന്നത്, പക്ഷെ ഒരേ സൗണ്ട് ആണോ? അല്ല, ഒന്ന് ആ, ഒന്ന് ഹ. അപ്പൊ അതെന്തുകൊണ്ടാണ് വ്യത്യാസം? അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്. അഥവാ ഈ ഒരേ റൂമില് ഫാത്തിമയുണ്ട്, ആയിഷയുണ്ട്. പക്ഷെ ഫാത്തിമാന്റെ സ്വഭാവം വേറെ, ആയിഷന്റെ സ്വഭാവം വേറെ. അഥവാ സിഫാത്തുൽ ഹുറൂഫ് എന്ന് പറയും. ഈ ഓരോ അക്ഷരങ്ങൾക്കും എന്തുണ്ട്? വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്. അതിന്റെ ആ വ്യത്യസ്തമായ സ്വഭാവം കാരണമാണ് എന്തുണ്ടാവുന്നത്? അതിന് വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉണ്ടാവുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഞാൻ ഇന്ന് ഒന്ന് ഫസ്റ്റ് മുതലേ പറഞ്ഞു പോയിട്ടുണ്ട്, ഒന്നുകൂടെ ഒരു ഡിഫറെന്റ് ആയ വേയിൽ പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ കൂടുതൽ കാര്യം ഇപ്പം ഇന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടാവും, ഓൾറെഡി പഠിച്ചവരും ഉണ്ടാവാം. എന്നാലും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നമുക്ക് ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പറയാം. അപ്പൊ ഇവിടെ വരെ മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു എന്താണ് 5 മഖ്റജ് ആമുണ്ട്, അഥവാ 5 വീടുകളുണ്ട്. ഓരോ വീടിനും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അൽ ജൗഫ്, അൽ ഹൽഖ്, അൽ ലിസാൻ, അൽ ഷഫതാൻ, അൽ ഖൈഷൂം. ഇതിൽ നമ്മൾ ഒന്നാമത്തെ വീടിനെ കുറിച്ച് പഠിച്ചു. അൽ ജൗഫ് എന്നുള്ളതാണ്. ആ വീട്ടിൽ 3 ആൾക്കാരുണ്ട്. അലിഫ് മദ്ദിയ, വാ മദ്ദിയ, യാ മദ്ദിയ. ഇവരുടെ ഒരു പ്രത്യേകതയാണ് എന്ത്? ഇവർക്ക് 3ആൾക്കും പ്രത്യേകിച്ച് റൂമൊന്നുമില്ല. അവരങ്ങനെ അഥവാ പ്രത്യേകിച്ച് ഒരു സ്പേസ് ഒന്നുമില്ല, ഒരു സ്ഥലമൊന്നുമില്ല. ഏകദേശം ആ വീട്ടിലുള്ള ഏതെല്ലോ ഭാഗത്തുനിന്ന് അവരങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അതാണ് അവരുടെ കാര്യം. പിന്നെ നമ്മൾ പഠിച്ചു അൽ ഹൽഖ് എന്നുള്ള വീടിന്റെ കാര്യം. അൽ ഹൽഖ് എന്നുള്ള വീട്ടിൽ 3 റൂമുണ്ട്. ഒരു റൂമിന്റെ പേര് അഖ്സൽ ഹൽഖ്, രണ്ടാമത്തെ റൂമിന്റെ പേര് വസത്തുൽ ഹൽഖ്, മൂന്നാമത്തെ റൂമിന്റെ പേര് അദ്നൽ ഹൽഖ്. ഇതില് ഈ ഓരോ റൂമിനും നമ്മൾ പറയും മഖ്റജ് ഖാസ്. ഓക്കെ, വീടിന് നമ്മൾ മഖ്റജ് ആം എന്ന് പറയും, റൂമിന് മഖ്റജ് ഖാസ് എന്ന് പറയും. അപ്പൊ ഈ ഒന്നാമത്തെ മഖ്റജ് ഖാസ് ആയ അഖ്സൽ ഹൽഖിന്ന് എന്ത് വരുന്നുണ്ട്? 2 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അഥവാ 2 ആൾക്കാർ, ഒന്നാമത്തെ റൂമിൽ നിന്ന് 2 ആൾക്കാർ വരുന്നുണ്ട്. ഒരാളുടെ പേര് ഹംസ, രണ്ടാമത്തെ ആളുടെ പേര് ഹ. നമ്മൾ ഹംസയും ഹായും നമ്മൾ പഠിച്ചു. ഇപ്പൊ 2 ആൾക്കാരും ഒരേ റൂമിൽ നിന്നാണ് വരുന്നത്. പക്ഷെ നമ്മളിപ്പോ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരാളുടെ സൗണ്ട് ആ ആണ്, ഒരാളുടെ സൗണ്ട് ഹ ആണ്. അപ്പം 2 ആളുടെയും സൗണ്ട് വ്യത്യാസമുണ്ട്. ഒരേ റൂമിൽ നിന്ന് വരുന്ന 2 ആൾക്കാർക്കും എന്തായിരിക്കും? 2 വ്യത്യസ്തമായ സ്വഭാവങ്ങളായിരിക്കും. അപ്പൊ അതേപോലെ ഈ അക്ഷരങ്ങൾക്കും എന്തുണ്ട്? വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവത്തിന് പറയുന്ന പേരാണ് സിഫാത്ത് അൽ ഹുറൂഫ്. സിഫാത്ത് എന്ന് പറഞ്ഞാൽ സിഫത്തിന്റെ ജമാണ് സിഫാത്ത്. സിഫാത്ത് എന്ന് പറഞ്ഞാൽ സ്വഭാവം. സിഫാത്ത് എന്ന് പറഞ്ഞാൽ കുറെ സ്വഭാവങ്ങൾ, അതിന്റെ ജമാണ്. ഹുറൂഫ് ഹർഫിന്റെ ജമാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം, ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം. അപ്പൊ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അല്ലാഹു തആല ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുവാനും അത് മനസ്സിലാക്കുവാനും അത് അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور. السلام عليكم ورحمة الله وبركاته. ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ.